ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചർച്ചകളിലൊന്നും മറുപടിയൊന്നും കിട്ടിയില്ല. പക്ഷേ ഇന്നിപ്പോൾ പന്തളത്ത് ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റൊരു സംഗമം നടക്കുന്നുണ്ട്. 10,000-15,000 ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ BJPയുടെ മുൻ അധ്യക്ഷനായിരുന്ന അണ്ണാമലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, സന്യാസി വര്യന്മാർ, ഇവരെല്ലാം അവിടെ വരുന്നുണ്ട്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മഠാധിപതിമാരെല്ലാം അവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടത്തിയ പരിപാടിയിലൊന്നും, ഈ പറയുന്ന ഇന്നലെ മെനിഞ്ഞാൻ നടത്തിയ പരിപാടിയിലൊന്നും വലിയ സന്യാസി ശ്രേഷ്ഠന്മാരെ ആരും നമ്മളവിടെ കണ്ടില്ല. കാവ്യ വസ്ത്രമില്ല, ഈ കാഷായം ധരിച്ചവരൊന്നും ഇല്ലായിരുന്നു. ആകപ്പാടെ പിണറായി വിജയൻ്റെ കൂടെ എത്തിയത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. അപ്പം തന്നെ നമുക്ക് ഏതാണ്ട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം മനസ്സിലാകും. ഇത് അയ്യപ്പന് വേണ്ടി നടത്തിയതായിരുന്നോ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് നടക്കുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും? അതായത് ഈ പറയുന്ന 10,000-ഓളം പേരെ സംഘടിപ്പിച്ച് സന്യാസിമാരും ഹൈന്ദവ സമൂഹവും ഹൈന്ദവ സംഘടനകളും ചേർന്ന് നടത്തുന്നതും സർക്കാരിൻ്റെ സംഗമവും തമ്മിലുള്ള വ്യത്യാസവും, ഇതൊക്കെ എന്ത് സ്വാധീനം കേരളത്തിലുണ്ടാക്കും എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിൽ ഇപ്പം നമ്മൾ വായിക്കാൻ നിർബന്ധിതരായിരിക്കും. ഒന്ന് സർക്കാർ അയ്യപ്പ സംഗമം, മറ്റൊന്ന് BJPയുടെ അയ്യപ്പ സംഗമം. അത് രണ്ടും അങ്ങനെ തന്നെ മാറുകയാണ്. അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ശബരിമലയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരുന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്നതായിട്ടുള്ള ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആവശ്യം സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച കാര്യത്തിൽ പറഞ്ഞിരുന്ന പോലെ അവിടേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ, എന്നുവെച്ചാൽ അതൊരു ലോജിസ്റ്റിക്കാണ്. ശരിക്കും ആധുനിക കാലത്തിൻ്റെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ അവിടേക്ക് വാഹനങ്ങൾ വരികയും പോവുകയും റെയിൽവേ പാതകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വരുന്ന ക്രൗഡ്, ആൾക്കൂട്ടം എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ആൾക്കൂട്ടമാണ്. അതിനെങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? അത് ക്രമീകരിക്കുകയും ഈ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായിട്ടുള്ളൊരു തീർത്ഥാടനമായിട്ട് ശബരിമല തീർത്ഥാടനം മാറുകയും ചെയ്യുക. ഇതാണ് പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ശരി. അത് ശരിയാവണമെങ്കിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ പേരിൽ മാത്രം അത് ശരിയാകുമെന്നോ, സർക്കാരിൻ്റെ പേരിൽ സർക്കാർ മാത്രം നടത്തുന്ന അയ്യപ്പ സംഗമം കൊണ്ട് അത് പൂർത്തീകരിക്കുമെന്ന് കരുതുന്നില്ല. പകരം ഇവർ രണ്ടുപേരും കൂടി സംയുക്തമായിട്ട് ആലോചിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തന്മാരെയും അതേപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള മുതലാളിമാരെയും അങ്ങനെ തന്നെ നമ്മൾ കണക്കാക്കുന്നതാണല്ലേ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുത്തി ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കലാണ് ശരിയായ കാഴ്ചപ്പാട്. ആ ശരിയായ കാഴ്ചപ്പാട് നടക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ അയ്യപ്പ സംഗമങ്ങൾ നടക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ പറയും കഷായ വസ്ത്രധാരികളോ അതേപോലെ തന്നെ ആചാര്യന്മാരോ മാത്രം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന പ്രക്രിയയല്ല നമ്മൾ പറഞ്ഞത്. കാരണം അതിനകത്ത് ഭൗതികമായ ഒരു വശം കൂടിയുണ്ട്. ഭൗതികമായ വശമാണ് സൗകര്യങ്ങളുടെ വശം. അതിൽ സർക്കാർ തീർച്ചയായിട്ടും വലിയ പങ്കാളിത്തം വഹിക്കേണ്ടത്. ആത്മീയമായ ഒരു വശം അതിനകത്തുണ്ട്. അവിടെയാണ് നമ്മളെ ആചാര്യന്മാർക്കും അതേപോലെ തന്നെ കഷായ വസ്ത്രധാരികൾക്കും അതേപോലെ കറുപ്പ് വസ്ത്രധാരികൾക്കും, ശബരിമല എന്ന് പറഞ്ഞാൽ കറുപ്പിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ കറുപ്പാണ്, നമുക്കറിയാമല്ലോ. കറുപ്പ്, നീല. അതെ, അതെ, നീലയും ബന്ധത്തിൻ്റെ പശ്ചാത്തലവും കൂടി നിറങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാൽ അതിനെ നമുക്ക് സംഘം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു സംയോജനമാണ് യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത്. കാരണം ഭൗതിക സൗകര്യങ്ങളാണ് ഇപ്പോൾ ഇല്ലാത്തത്. ആളുകളുടെ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത് നിർവഹിക്കാനായിട്ട് ഭൗതിക സൗകര്യങ്ങളില്ലെങ്കിലും ആളുകൾ എന്ത് ചെയ്യും, അത് ഏറ്റെടുക്കും. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഒരു ഫിലോസഫിയിൽ ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു നിൽക്കുന്ന അദ്വൈത സിദ്ധാന്തം, അവിടെയാണ് നമ്മൾ ദൈവവും വ്യക്തിയും തമ്മിലുള്ള താതാത്മ്യം നടക്കുന്നത്. എന്നുവെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതായിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്നത് അത് നീ തന്നെയാണ് എന്ന് പറയുന്ന പ്രഖ്യാപനമാണ്. അങ്ങനെ നമ്മൾ അയ്യപ്പനായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം പെരിയ സ്വാമിമാരൊക്കെ എന്ന് പറയുന്നതിൽ കാണപ്പെട്ട അയ്യപ്പ ദൈവം തന്നെയാണ്. അങ്ങനെയാണ് ഈ പിന്നാലെ വരുന്നതായിട്ടുള്ള എല്ലാ അയ്യപ്പന്മാരും അദ്ദേഹത്തെ പോലും കാണുന്നത് എന്നുള്ളതാണ്. അയ്യപ്പന്മാരെല്ലാം ഒന്നായി തീരാനുള്ള ചെയ്യുന്നത്. ഒരു മനസ്സാണ്, ഒരു രൂപമാണ്, ഒരു പ്രകൃതിയാണ്, ഒരാശയമാണ്, ഒരാത്മാവാണ്. അങ്ങനെയുള്ളൊരു വലിയ ആത്മീയമായ ഭാവം
അതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത് വ്യക്തികൾ അങ്ങനെ ആ ആത്മീയമായിട്ടുള്ള ചൈതന്യത്തിൽ ലയിച്ചു ചേരുന്ന ഒരു പ്രക്രിയയാണ്. ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന സമയത്ത് എല്ലാം ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. അതെൻ്റെ ആത്മീയ വശം എന്ന് പറയുന്നത്. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ആത്മീയതയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ഭൗതികം ശരീരമുള്ളവരാണ്. ഭൗതികമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ് ഈ ഭൗതിക ശരീരങ്ങൾ. ഈ ഭൗതിക ശരീരങ്ങളുടെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കലാണ്. അതാണ് നമ്മൾ സാധാരണ ഭാഷയിൽ അടിസ്ഥാന സൗകര്യം നിർമ്മിക്കണം എന്ന് പറയുന്നത്. അത് നിർമ്മിക്കുന്നതിന് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ സഹായഹസ്തം ആവശ്യമാണ്, സർക്കാരിൻ്റെ നിയന്ത്രണം ആവശ്യമാണ്, സർക്കാരിൻ്റെ മേൽനോട്ടം ആവശ്യമാണ്. അപ്പോൾ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഈ ആത്മീയമായ സമൂഹം ഒരുമിച്ച് ചേരുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു കേന്ദ്രം ആയിട്ട് ശബരിമല മാറിത്തീരേണ്ട. അതിന് 2 സംഗമങ്ങൾ വേണ്ട, ഒരു സംഗമം മതി, അല്ലെങ്കിൽ 2 സംഗമങ്ങളും ഒരുമിച്ച് ഒന്നായി തീരുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരേണ്ടതെന്ന്. അങ്ങനെയാണ് അതിന് ശരിയായിട്ടുള്ള രീതിയിൽ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ആഗോള അയ്യപ്പ സംഗമവും അതിനുള്ള ബദൽ സംഗമവും എന്ന രീതിയിൽ അതിനെ കാണുന്നതിൽ വളരെ ഒരു സെപ്പറേറ്റഡ് മനസ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. 2 പേരുടെ ഭാഗത്തുണ്ടായി ആ കുഴപ്പം. സർക്കാർ നടത്തിയ സംഗമത്തിന് ആ കുഴപ്പമുണ്ട്, ഇപ്പോൾ സംഘപരിവാർ നടത്തുന്നതായിട്ടുള്ള സംഗമത്തിനും ആ കുഴപ്പമുണ്ട്. അത് 2 കൂടി ഒരുമിച്ച് ചേർത്ത് നടത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഭക്തന്മാരുടെ കാര്യം വളരെ നല്ല രീതിയിൽ സാക്ഷാത്കരിക്കപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ശരിക്കും ആധ്യാത്മിക നേതാക്കൾ, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു സന്യാസി മഠം ഉണ്ടാവും, ഇല്ലെങ്കിൽ എനിക്കൊരു പരമ്പരയുണ്ടാവും, ആ പരമ്പരയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും, ഞാൻ ദീക്ഷ എടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ഏതെങ്കിലും ഒരു ആശ്രമമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ, അപ്പോൾ ഈ പറയുന്ന ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റോ ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശ്രമമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിരിക്കും. ഒന്നുകിൽ മാതാമൃതാനന്ദമയി മഠമായിരിക്കും, ഇല്ലെങ്കിൽ രാമദാസ മിഷനായിരിക്കും, ഇല്ലെങ്കിൽ കുളത്തൂർ അദ്വൈതാശ്രമമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ സിദ്ധാശ്രമമായിരിക്കും, ഇല്ലെങ്കിൽ ഇസ്കോൺ ആയിരിക്കും, ഇല്ലെങ്കിൽ ഈ പറയുന്ന രാമകൃഷ്ണ മിഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്യാസി വര്യന്മാർ പങ്കെടുക്കുന്നത് ഈ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലല്ല. സമുദായ നേതാക്കൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മഠവുമായിട്ട് ആർക്കും ബന്ധമില്ലെങ്കിൽ മിനിമം രാമായണ സമിതിയായിട്ടോ, ഇല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ, ഹിന്ദു ഐക്യവേദിയായിട്ടോ, ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയായിട്ടെങ്കിലും ബന്ധമുള്ളവരായിരിക്കും. ഇതെല്ലാം ഈ പറയുന്ന എല്ലാം BJP സംഘടനകളല്ല. അപ്പോൾ അങ്ങനെ ഒരു എൻ്റേത് എന്നെനിക്ക് തോന്നുന്ന, മറ്റേത് കച്ചവടക്കാർ വരുന്നുണ്ട്, ഈ പറയുന്ന സർക്കാരിൻ്റെ ബിസിനസ്സുകാർ വരുന്നുണ്ട്, അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് വരുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഇവരൊക്കെയാണ് വന്നിട്ട് സംസാരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ഒരു ചുവപ്പ് നിറവും ഒരു അവിശ്വാസികളുടെ ഒരു അയ്യപ്പ സംഘമായിട്ട് തോന്നിയാൽ തെറ്റിദ്ധരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കില്ല. നമുക്കറിയാം, എന്താണ് ശബരിമലയിലേക്ക് എത്തുന്ന ആളുകൾ എല്ലാം തന്നെ പല പാർട്ടികളിലും പെട്ട ആളുകളുണ്ട്, പല മതത്തിലും പെട്ട. ശബരിമലയ്ക്കുള്ളൊരു വലിയ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇൻക്ലൂസീവ് ക്യാരക്ടറാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ടുള്ള അതിൻ്റെ ഒരു കരുത്ത് വലുതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ എന്താണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര നിർമ്മാണ പ്രക്രിയ നടക്കുന്ന സമയത്ത് കച്ചവടക്കാരുടെ ബഹളമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ആധുനിക കാലത്ത് ഭക്തി എന്ന് പറയുന്നത് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനമാണ്. കച്ചവടം ഇല്ലെങ്കിൽ ഭക്തിക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം കച്ചവടത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് ശരിക്കും. ആ കച്ചവടത്തിൽ തീർച്ചയായിട്ടും ഇത് ലയിച്ചു ചേരുകയോ അല്ലെങ്കിൽ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കച്ചവടം സഹായിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം. അല്ലെങ്കിൽ എന്തിനാണ് മുതലാളി സംഭവിക്കാം, ഭക്തി കച്ചവടത്തെ സഹായിക്കാം, അതും സംഭവിക്കും. അതും അവർ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഇത് ഇന്ന് മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചായക്കടയൊക്കെ നോക്കി അതിൻ്റെ ഇടയിൽ സെയിൻറ്റ് ആൻ്റണീസ് ഹോട്ടൽ എന്ന് പറഞ്ഞ സാധനം കാണും, അല്ലെങ്കിൽ ശ്രീനാരായണ ഹോട്ടൽ. ഞാൻ വേറെ പേരുകളിലേക്ക് പോകുന്നില്ല. എന്തിനാണ് അങ്ങനെ പേരിടുന്നത് വെച്ചാൽ അത് ഈ കച്ചവടത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നുള്ള. പക്ഷെ അന്നത് അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ ഒരു നിർദോഷമായിട്ടുള്ള ഉപയോഗിക്കലായിരുന്നു പഴയ കാലം. ഇന്ന് പക്ഷെ നമുക്കറിയാം അതല്ല, വളരെ കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തിയാണ് എന്ത് ചെയ്യുന്നത്. മുസ്ലിം ചിലപ്പോൾ ഒരു ഹോട്ടൽ നടത്തിയിരിക്കും. എങ്ങനെയായിരിക്കും അതിൻ്റെ പേര്? മുസ്ലിങ്ങളുടെ പേരൊന്നും ആയിരിക്കില്ല. കാരണം എവിടെ ഇപ്പം ഞാൻ അതാണ് കച്ചവടത്തിൻ്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പുറത്ത് ഇപ്പോൾ കാശ്മീരിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ, ഉത്തർപ്രദേശിൽ അവിടെ ഇവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ കാണാം സൗത്ത് ഇന്ത്യൻ ഹോട്ടൽ. നമ്മൾ കരുതുന്നൊരു സൗത്ത് ഇന്ത്യക്കാരൻ നടത്തണം അല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളെ ആകർഷിക്കുന്നതിനും കച്ചവടം നടത്തുന്നതിനും വേണ്ടി അവനിട്ടിരിക്കുന്ന ഒരു പേരാണ് ശരിക്കും പറഞ്ഞു. അവൻ അവിടുത്തെ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരിക്കലും കാശ്മീരിൽ പോകുമ്പോൾ തൃശ്ശൂർക്കാരായിട്ടുള്ള ഒരു കുടുംബം അവിടെ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ, നമ്മൾ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ നമ്മളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ട്
അപ്പുറത്ത് കൊണ്ടുപോയി നമുക്ക് ഓംലെറ്റും അതുപോലെ തന്നെ കേരളീയമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യും. അതായത് അത് നമുക്ക് എന്താണ് ഈ യാത്ര നടത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വലിയൊരു ആഹ്ലാദവും സന്തോഷമൊക്കെയാണ്. ഇത് അതുകൊണ്ട് നമ്മൾ ഈ ഭക്തിയും അതുപോലെ കച്ചവടമൊക്കെ ആയിട്ട് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രണ്ടും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുടെ പരിശുദ്ധി നിലനിർത്തി അതിനെ സഹായിക്കുന്ന ഘടകമായിട്ട് കച്ചവടം ഉണ്ടെങ്കിൽ അത് നടന്നോട്ടെ എന്ന നിലയ്ക്ക് വരാം. ഇവിടേക്ക് ഇതെല്ലാ സംഭവങ്ങളും നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വോട്ട് ലഭിക്കുക, അധികാരം ലഭിക്കുക, അതിനുവേണ്ടി നടത്തുന്ന കസർത്തുകളായി ഇതെല്ലാം മാറുകയാണ്. പിണറായിക്ക് ഹിന്ദു വോട്ടല്ലാതെ വേറെ രക്ഷയില്ല. അല്ല, അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അതിൻ്റെ ആ ഒരു വായന നല്ല രീതിയിൽ നടക്കണം. എതിരായിട്ട് BJP അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്ന സമയത്ത് അവർ ഉദ്ദേശിക്കുന്നത് അതിലൂടെ വോട്ട് അടിക്കാനായിട്ടുള്ള വഴി തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ തമിഴ്നാട്ടിലെ പഴയ BJP അധ്യക്ഷനെ കൊണ്ടുവന്ന് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പുറത്തും ഇപ്പുറത്തും രാഷ്ട്രീയം നടത്തുകയും എന്നാൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കാളിത്തം വഹിക്കുന്ന ആളുകളായിട്ട് ആത്മീയമായിട്ടുള്ള വിശ്വാസ സമൂഹവുമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.